നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സിലേക്ക് ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിപ്പോൾ നിലവിൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ട്, വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക. നമ്മുടെ CDS, അതായത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങൾ വളരെ വേഗത്തിലാണ് നമ്മളിത് നോക്കുന്നത്. കാരണം ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ്, ഇപ്പോൾ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് ഒരു അപ്ഡേറ്റഡ് വീഡിയോ തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 10/12/2025 നോട്ടിഫിക്കേഷൻ വന്നത്. മുൻപ് ചെയ്തതാണ് നമ്മൾ വീഡിയോ ലിങ്ക് താഴെ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഓൾസോ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ ലിങ്കിൻ്റെ കൂടെ തന്നെ താഴെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൂടി നിങ്ങൾക്ക് അവിടെ തന്നെ ലഭിക്കുന്നതായിരിക്കും. എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ വളരെ പെട്ടെന്ന് യോഗ്യതയുള്ളവർ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/12/2025 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓൺലൈൻ അപേക്ഷയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് 30/12/2025 വരെ UPSCൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. UPSC വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപേക്ഷിക്കാനുള്ള യോഗ്യത, ബാക്കിയുള്ള മാനദണ്ഡങ്ങൾ എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് വന്നത് 100 ഒഴിവുകളാണ്. അതുപോലെ ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല, നമ്മുടെ കണ്ണൂരാണ്, അപ്പോൾ അവിടെ വന്നിട്ടുള്ളത് 26 ഒഴിവുകളാണ്. പിന്നെ എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദാണ്, അപ്പോൾ അതിൽ 32 ഒഴിവ് വന്നിട്ടുണ്ട്. പിന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈ, അപ്പോൾ അതിന് 275 ഒഴിവ് കണ്ടിട്ടുണ്ട്. ഇത് ആൺകുട്ടികളുടേതാണ് കേട്ടോ, മെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ഇതിന് 2 സബ്ജക്റ്റ് മാത്രമേ പരീക്ഷയിൽ വരുന്നുള്ളൂ. പിന്നെ മാത്സ് എന്ന് പറയുന്ന ഭാഗം ഇതിൽ പരീക്ഷയിലില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇംഗ്ലീഷും പിന്നെ GK നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ബാക്കിയുള്ളിടത്ത് പ്ലസ് മാത്സ് കൂടി വരുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാം. അങ്ങനെ ഒന്ന് മനസ്സിലാക്കുക കാര്യം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വുമൺസിന് അപേക്ഷിക്കാൻ പറ്റുന്നത് OTA. ഇത് OTA മെന്നാണ് മുകളിലുള്ളത്. OTA വുമൺ താഴെയുണ്ട് 18 ഒഴിവുകൾ. ആകെ മൊത്തം വന്നിട്ടുള്ളത് 451 ഒഴിവുകളാണ്. ഇനി നമുക്കിതിൻ്റെ യോഗ്യത, അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി തുടങ്ങിയ കാര്യങ്ങൾ കൂടി നോക്കാം. അതിനു മുമ്പ് കേരളത്തിൽ 3 സ്ഥലത്താണ് പരീക്ഷാ സെൻറ്റർ ഉള്ളത്. കൊച്ചി, എറണാകുളത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. കോഴിക്കോട്, കാലിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ സ്ഥലങ്ങളിലാണ് പരീക്ഷ ഉണ്ടാവുക കേട്ടോ. അതുപോലെ തിരുവനന്തപുരം TVM, നമുക്ക് ട്രിവാൻഡ്രം കൂടി ലഭിക്കുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയും സ്ഥലത്താണ് കേരളത്തിൽ സെലക്ഷൻ നടക്കുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. ഇനി ഏജ് ലിമിറ്റിലേക്ക് കിടക്കാം. ഏജ് ലിമിറ്റ് പറയുന്നത് അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾ, ഇവിടെ കാണാൻ സാധിക്കും ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ മെരിറ്റൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കാണ് നമ്മുടെ IMA, അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 2 ജാനുവരി 2003 അതുപോലെ 1 ജാനുവരി 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് IMAയിലേക്ക് അപേക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ ഫോർ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലും അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതിൽ പറയുന്നത് 2 ജാനുവരി 2003 അതുപോലെ 1 ജാനുവരി 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് അപേക്ഷിക്കാം. ഇനി എയർഫോഴ്സ് അക്കാഡമി നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 20 to 24 വയസ്സ് വരെയുള്ളവർക്കാണ് അവിടെ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അത് കൃത്യമായി പറയുകയാണെങ്കിൽ 2 ജാനുവരി 2003 അതുപോലെ 1 ജാനുവരി 2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അത് കൂടാതെ നിങ്ങളുടെ കയ്യിൽ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 26 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് 2 ജാനുവരി 2001 1 ജാനുവരി 2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അത് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്കാണ് കേട്ടോ. പിന്നെ 25 വയസ്സിൻ്റെ താഴെയുള്ളവർ മാത്രമേ അൺമാരീഡ് ആയിരിക്കണം നിർബന്ധമായിട്ട് പറയുന്നുള്ളൂ. 25 വയസ്സിൻ്റെ മുകളിലുള്ളവർ, അതായത് ഈ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ വെച്ച് അപേക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് 26 വയസ്സൊക്കെയാണ് കറക്റ്റ് ഇതിൽ പറയുന്നതൊക്കെ ആണെങ്കിൽ മാരീഡ് ആണെങ്കിലും പ്രശ്നമില്ല, അൺമാരീഡ് ആണെങ്കിലും പ്രശ്നമില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഓഫീസർ ട്രെയിനിങ് അക്കാഡമി SSC മെൻ, അതായത് ആൺകുട്ടികൾക്കുള്ള OTA-ലേക്കുള്ളത് നോക്കുകയാണെങ്കിൽ അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. 2 ജാനുവരി 2002 1 ജാനുവരി 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇനി ഓഫീസർ ട്രെയിനിങ് അക്കാഡമി SSC വുമൺ ആണ്. വുമണുള്ള OTA-ലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഏജ് ലിമിറ്റ് പറയുന്നത് 2 ജാനുവരി 2002 1 ജാനുവരി 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി വിദ്യാഭ്യാസ യോഗ്യതയിൽ നമുക്ക് കിടക്കാം. IMAയിലേക്ക്, അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കാണെങ്കിലും അതുപോലെ തന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി, അത് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും OTA-ലേക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രിയിൽ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇന്ത്യൻ നേവൽ അക്കാഡമി, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് വേണം കേട്ടോ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക്. അതുപോലെ എയർഫോഴ്സ് അക്കാഡമി ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് അറ്റ് +2 ലെവൽ ഉണ്ടായിരിക്കണം. ഇനി ഡിഗ്രീൻ്റെ കൂടെ +2 മാത്സ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലർ
ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പഠിച്ചിട്ടുള്ളെങ്കിൽ അങ്ങനെയും അപേക്ഷിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഏതൊക്കെ ഒരു യോഗ്യത ഉണ്ട് നിങ്ങൾക്ക് എയർഫോഴ്സിലേക്ക് അപേക്ഷിക്കാം. ആർമിയിലേക്കും, അതായത് IMA ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കും, അതുപോലെ OT ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്കും ഡിഗ്രി മാത്രം മതി. നേവൽ അക്കാഡമിയിലേക്ക് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി മതി. അതുപോലെ എയർഫോഴ്സ് അക്കാഡമിയിൽ നമ്മളിപ്പം പറഞ്ഞു +2 ഫിസിക്സും മാത്സും അതുപോലെ ഡിഗ്രി ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിലും മതി. അപ്പോൾ ഈ ഒരു യോഗ്യത ഉള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപേക്ഷിക്കേണ്ടത് UPSCൻ്റെ വെബ്സൈറ്റ് വഴിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിരിക്കുകയാണ്. മുൻപ് ചെയ്ത വീഡിയോയിൽ ഇതിലും കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പരീക്ഷേൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ OTൻ്റെ 2 സബ്ജക്റ്റേ ഉള്ളൂ, ഇംഗ്ലീഷും ജനറൽ നോളജും. ബാക്കിയുള്ളതിനൊക്കെ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, മാത്സ് ഒക്കെ വരുന്ന കാണാൻ സാധിക്കും. അപ്പോൾ പരീക്ഷേൻ്റെ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് ഇതിലധികം നമ്മൾ വിശദീകരിക്കാനായിട്ട് നിൽക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ അങ്ങനെയും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്. ഓഫീസർ റാങ്കിലേക്കാണ്, സ്ഥിര ജോലിയാണ്, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അപേക്ഷാ ഫീസും കൂടി ഉണ്ട്, അതും കൂടി പറയാം. 200 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST അതുപോലെ തന്നെ ഫീമെയിൽസ് ഉദ്യോഗാർത്ഥികളൊന്നും അപേക്ഷാ ഫീസ് അടക്കണ്ട എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. സോ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു 30/12/2025 ആണ്. അതിന് മുമ്പ് നിങ്ങൾ UPSCൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.